കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. വെള്ളിയാഴ്ച വരെ ഈ രീതിയിൽ ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് ഞാൻ പറഞ്ഞതുപോലെ 37 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഇനി 11 വീടുകൾ ഇതുവരെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 301 കുടുംബങ്ങളിലെ 1036 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുമുണ്ട്. നമുക്ക് കോഴിക്കോട്ടെ മഴ സാഹചര്യം നിലവിൽ എങ്ങനെയാണ് എന്നുള്ളത് ലിനറ്റിനോടും ഒപ്പം മൊത്തത്തിലുള്ള ഈ മഴ മുന്നറിയിപ്പ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം അഞ്ജുവിനോടും ചോദിക്കാം. ആദ്യം ലിനറ്റിലേക്കാണ്. ലിനറ്റ്, ഗുഡ് മോർണിംഗ്. ലിനറ്റ്, ഇന്നിപ്പോൾ എങ്ങനെയാണ് കോഴിക്കോട്ടെ കാര്യങ്ങൾ? കോഴിക്കോട് മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട്, ഒപ്പം മഴക്കെടുതികൾ ഒത്തിരി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ ഗതാഗത സ്തംഭനവും ഈ ദേശീയപാത ഇടിഞ്ഞു വീഴലും, മരങ്ങൾ കടപുഴകി വീഴലും, വീടുകൾ തകരലും തുടങ്ങി മഴക്കെടുതികൾ ഒത്തിരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വയനാട് നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ. ഇന്ന് എങ്ങനെയാണ്? രാവിലെ മഴയുണ്ടോ? മഴ സാഹചര്യം എങ്ങനെ? കെടുതികളുണ്ടോ? പറയാം. സേതുലക്ഷ്മി, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റെഡ് അലേർട്ടാണ്. മഴ ശക്തമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് മഴ ശക്തമായി തുടരുന്നത്. ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ മഴയൊന്ന് മാറി നിൽക്കുകയാണ്. എന്നിരുന്നാലും ശക്തമായ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം കോരാപ്പുഴ, ഇരവഴിഞ്ഞിപ്പുഴ, ചാലിയാറിലെയൊക്കെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശങ്ങളിലും അതോടൊപ്പം പുഴയോരങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇന്ന് റെഡ് അലേർട്ടിനെ തുടർന്ന് ജില്ലാ കളക്ടർ ഈ ഒരു ജില്ലയിലെ കുട്ടികൾക്ക്, സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്രകളൊക്കെ തന്നെ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ശക്തമായ മഴ പലയിടത്തും ഒറ്റപ്പെട്ട മേഖലകളിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് താമരശ്ശേരി, അതോടൊപ്പം മുക്കം, തിരുവമ്പാടി ഭാഗങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയാണ് രാവിലെ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ മഴയ്ക്ക് കുറച്ച് ശമനം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലയിടത്തും ആയിട്ട് 4 ക്യാമ്പുകളാണ് കോഴിക്കോട് തുറന്നിരിക്കുന്നത്. പല ആളുകളും പ്രത്യേകിച്ച് ക്യാമ്പുകളിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മാവൂര് പോലെയുള്ള പ്രദേശത്ത്, താഴ്ന്ന പ്രദേശത്ത് മഴവെള്ളം കൂടുന്ന ഒരു സാഹചര്യവും അവിടെ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതിനാൽ ആളുകളെയൊക്കെ തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഭാഗം, വിലങ്ങാട് പോലെയുള്ള പ്രദേശത്തും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സേതു.